ഹലോ, അനുപമ റെസ്പോണ്ട് ചെയ്താൽ പെട്ടെന്ന്. യെസ് സർ. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന NFA ടു DFA കൺവേർഷൻ ആണ്. ഓക്കെ, അപ്പോൾ NFA ടു DFA കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ്. ഓക്കെ, അപ്പോൾ അതായത് ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ്. അനുപമ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. യെസ് സർ. ആദ്യം അതിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം വരക്കും. എന്തൊക്കെ ചെയ്യുന്നത്? പ്രോബ്ലം ഇത് നിങ്ങൾ എഴുതി വെക്കുക. അതായത് നമ്മൾ ഈ NFA കറസ്പോണ്ടിങ് എന്ത് ഡ്രോ ചെയ്യും, അതിന്റെ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ ടേബിൾ ഡ്രോ ചെയ്യും. അപ്പൊ ട്രാൻസിഷൻ ടേബിൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഡ്രോ ചെയ്തതെന്ന് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ നെക്സ്റ്റ് എന്താണ് ചെയ്യാം, അതായത് ഇതിന്റെ ഫസ്റ്റ് റോ ഉണ്ടല്ലോ, ഇതിലെ ഫസ്റ്റ്, അതായത് Q0ന്റെ ഈ ഒരു റോ എടുക്കുക. ഓക്കെ, ഈ ഒരു റോ കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മളൊരു പുതിയൊരു ട്രാൻസിഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അത് സെയിം തന്നെ ആയിരിക്കും. ഇതാണല്ലോ Q0 ഇത് തന്നെ കോപ്പി ചെയ്തിടുക. നെക്സ്റ്റ് എന്താ ചെയ്യാം, അടുത്തതായിട്ട് Q0 എടുക്കും. ഞാൻ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഞാൻ കേൾക്കുന്നില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ചെയ്യേണ്ടത്, അടുത്തെന്താ ചെയ്യേണ്ടത്, അപ്പൊ ഈ ഒരു നിങ്ങൾ ഇത് നോട്ട് ചെയ്യാം. അപ്പൊ ഈ ട്രാൻസിഷൻ ടേബിളിൽ Q0 നമ്മൾ ഓൾറെഡി പ്രോസസ് ചെയ്യുന്നുണ്ടല്ലോ. Q0 നമ്മൾ ഓൾറെഡി ഇവിടെ പ്രോസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ന്യൂ സ്റ്റേറ്റ് ക്രിയേറ്റഡ് ഏതാണ്? അനുപമ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. Q1. ഏതാണ് Q1 എന്നൊരു ന്യൂ സ്റ്റേറ്റ് ഇല്ലേ? അതായത് ഞാൻ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന നോക്കുക, അതിലൊരു ന്യൂ സ്റ്റേറ്റ് വന്നത് Q1 ആണ്. അപ്പൊ നമ്മൾ അതിനെ എടുക്കുക ഇനി. അപ്പൊ ഇവിടെ കണ്ടോ Q1 അതവിടെ എടുത്തെഴുതുക. പിന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് Q1 0 വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ അതെങ്ങനെ ഡിഫൈൻ ചെയ്തത്? Q0 0 വന്നാല് എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. Q0 0 വന്നാൽ ഏത് സ്റ്റേറ്റിലോട്ടൊക്കെയാ മൂവ് ആവുമെന്ന് നോക്കാം. അപ്പൊ Q0 0 നോക്കാം. Q0 0 വന്നാല് Q0 തന്നെ മൂവ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സ്റ്റേറ്റ് Q0 ആയിരിക്കും. ഓക്കെ, ഒരു സ്റ്റേറ്റ് 0. Q0 0 വന്നാൽ Q0 മൂവ് ആവുന്നുണ്ട്.
പിന്നെ അടുത്തത് Q1 Q1 0 വന്നാൽ എങ്ങോട്ടാ മൂവ് ആവുന്നത്? Q1 0 വന്നാല് Q2 മൂവ് ആവുന്നുണ്ട് അല്ലെ. Q1 0 വന്നാല് Q2 മൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് യൂണിയൻ ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് ഇവിടെ ഒരു പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റഡ് ആയി അല്ലേ. ഇവിടെ ഒരു പുതിയ സ്റ്റേറ്റ് ഇപ്പം ക്രിയേറ്റഡ് ആയില്ലേ. അത് നമ്മൾ ഓൾറെഡി പ്രോസസ്സ് ചെയ്യാത്തൊരു സ്റ്റേറ്റ് ആണ് Q0 Q2 എന്നത്. അപ്പൊ അത് നോട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അടുത്തത് ഇത് എടുക്കേണ്ടി വരും. എനിവേ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ഫില്ല് ചെയ്യാൻ നോക്കുന്നു. ഇവിടെ ഇല്ല, ഇതുണ്ടോ Q0 1 വന്നാല് ഏത് സ്റ്റേറ്റ്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒരു Q0 Q1 1 വന്നാല് നെക്സ്റ്റ് ഏത് സ്റ്റേറ്റിലോട്ടാണ് മൂവ് ആവേണ്ടത്, അതും നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ച് വെക്കും. Q0 Q1 Q2. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് ലോജിക്ക് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആണ്, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന്. ഓക്കെ, സോ നെക്സ്റ്റ് ചെയ്യുന്ന എന്താണ്? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യും? അതായത് ഇവിടെ ഒരു സ്റ്റേറ്റ് Q0 Q2, ഇത് നമ്മൾ ഇതുവരെ പ്രോസസ് ചെയ്യാത്ത ഒരു സംഭവം. Q0 Q2 ഇതിനെ എടുത്തിട്ട് ഈ രണ്ട് സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാം. അതായത് Q0 Q2 0 വന്നാല് ഏത് സ്റ്റേറ്റിലോട്ടാണ് മൂവ് ആവേണ്ടത്, Q0 Q2 1 വന്നാല് ഏത് സ്റ്റേറ്റിലോട്ടാണ് മൂവ് ആവേണ്ടത്. ഇത് ഇതുപോലെ കണ്ടുപിടിക്കും. ഇത് രണ്ടും ഫില്ല് ചെയ്ത് വെക്കും. അപ്പോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്, ഈ ഒരു സ്റ്റേറ്റ് കണ്ടോ, ഈ ഒരു സ്റ്റേറ്റ് ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല അല്ലെ. ഈ ഒരു സ്റ്റേറ്റ് നമ്മൾ ഇതുവരെ എടുത്തില്ല, ഈ ഒരു സ്റ്റേറ്റ്. അപ്പൊ ഇതിനെ നമ്മൾ എടുക്കുക Q0 Q1 Q2. അത് ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പം നമ്മൾ പ്രോസസ് ചെയ്യാത്തൊരു സ്റ്റേറ്റ് ഇതാണ് Q0 Q1 Q2. അതെടുത്തിട്ട് Q0 Q1 Q2 0 വന്നാല് ഏത് സ്റ്റേറ്റിലോട്ടാ മൂവ് ആവുന്നത്? Q0 Q2 മൂവ് ആവും. Q0 Q1 Q2 1 വന്നാല് ഏത് സ്റ്റേറ്റിലോട്ട് മൂവ് ആവും? Q0 Q1 Q2 മൂവ് ആവും. അതായത് Q0 Q1 Q2 1 വന്നാല് അതേ സ്റ്റേറ്റിലോട്ട് തന്നെ മൂവ് ആവുന്നത് Q0 Q1 Q2. ഓക്കെ, അപ്പോ അത് മനസ്സിലാക്കോ, ശ്രദ്ധിക്കോ. അതായത് Q0 Q1 Q2 1 വന്നാല് Q0 Q1 Q2 തന്നെ മൂവ് ആയത്. അപ്പൊ ഇതുവരെയില്ല നമ്മുടെ ഈ ട്രാൻസിഷൻ ടേബിൾ മൊത്തമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഇതിലെ എല്ലാ സ്റ്റേറ്റ്സും നമ്മൾ ഇവിടെ പ്രോസസ് ചെയ്തു. ഓക്കെ, ഈ സൈഡിൽ നമ്മൾ എല്ലാ സ്റ്റേറ്റ്സും ഇവിടെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമ്മള് ട്രാൻസിഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അതായത് DFAയുടെ ട്രാൻസിഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ എപ്പോഴാ സ്റ്റോപ്പ് ആവുന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലെ എല്ലാ സ്റ്റേറ്റ്സും നമ്മൾ പ്രോസസ് ചെയ്തു. പുതിയതായിട്ട് സ്റ്റേറ്റ്സ് ഒന്നും ജനറേറ്റ് ആവാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇത് ഈ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അധികം ഡിഫിക്കൽട്ട് ഒന്നല്ല, ആ പ്രൊസീജിയർ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പൊ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിന്റെ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ ഡയഗ്രാം വരക്കുന്നു. ഓക്കെ, അപ്പൊ ട്രാൻസിഷൻ ഡയഗ്രാം വളരെ സിമ്പിൾ ആണ്. അതായത് ഇതിൽ എത്ര സ്റ്റേറ്റാ ഉള്ളത്? റാസി ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. റാസി, ഇതിൽ എത്ര സ്റ്റേറ്റ്സാ ഉള്ളത്? Q0 ഉണ്ട്, Q0 Q1 ഉണ്ട്, Q0 Q2 ഉണ്ട്, Q0 Q1 Q2 ഉണ്ട്. അപ്പൊ നമ്മുടെ ഇതിലും എത്രയുണ്ട്? Q0 ഉണ്ട്, Q0 Q1 ഉണ്ട്, Q0 Q2 ഉണ്ട്, Q0 Q1 Q2 ഉണ്ട്. ഓക്കെ, ഇത്രയും സ്റ്റേറ്റ്സ് ഉണ്ട്. അടുത്തതായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മള് ഇതിൽ എന്ത് ചെയ്യാം?
ഇതിന്റെ ട്രാൻസിഷൻസ് ഡ്രോ ചെയ്യണം. സിമ്പിൾ ആണ്, ഒന്നുമില്ല. അതായത് നമ്മുടെ ഓൾറെഡി നമ്മൾ ഇത് വരച്ച് കഴിഞ്ഞു, ടേബിൾ വരച്ച് കഴിഞ്ഞു. അപ്പൊ അത് നോക്കി അതിന് ട്രാൻസിഷൻ ഫില്ല് ചെയ്താൽ മതി. Q0 0 വന്നാൽ എങ്ങോട്ടാ മൂവ് ആവുക? അതായത് ഈ ടേബിൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിലെ ട്രാൻസിഷൻസ് ഡ്രോ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതാ ഇവിടെയെല്ലാം ഞാൻ ട്രാൻസിഷൻസ് ഡ്രോ ചെയ്തിട്ടുണ്ട്. Q0 0 വന്നാൽ Q0 Q0 1 വന്നാൽ Q0 Q1 മൂവ് ആവും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫുൾ ട്രാൻസിഷൻ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യുക. ട്രാൻസിഷൻ ഡയഗ്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഇത് നോക്കിയിട്ട് ഇതിന്റെ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ ഡയഗ്രം വരച്ചാൽ മതി. വേറെ അതിൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിലെ ഫൈനൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്തേ. അതായത് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസിഷൻ ഡയഗ്രത്തിൽ ഇനീഷ്യൽ സ്റ്റേറ്റും ഉണ്ടാവും, ഫൈനൽ സ്റ്റേറ്റും ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇനീഷ്യൽ സ്റ്റേറ്റ് ഏതാണ് ഇതില്? Q0 അല്ലേ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്. അപ്പൊ ഇവിടെ ഇനീഷ്യൽ സ്റ്റേറ്റും Q0 തന്നെ ആയിരിക്കും. ഓക്കെ, Q0 ആണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, Q0 ആണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 ആണ്. പിന്നെ ഉള്ളത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. അപ്പോ ഫൈനൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ ഒരാൾക്ക്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഫൈനൽ സ്റ്റേറ്റ് ഏതായിരിക്കും? ഫൈനൽ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ ഈ ട്രാൻസിഷൻ ഡയഗ്രം നോക്കുക. ഇതിൽ ഫൈനൽ സ്റ്റേറ്റ് ഏതാണ്? അനുപമ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ഇതിൽ ഫൈനൽ സ്റ്റേറ്റ് ഏതാണ്? ഫൈനൽ സ്റ്റേറ്റ് ഏതാണ്? Q2 അല്ലേ? അല്ലേ? Q2 ആണ് ഇതിൽ ഫൈനൽ ആയിട്ടുള്ള സ്റ്റേറ്റ് വരുന്നത്. Q2 ആണ് ഇവിടെ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോ ഇതാ ഇതില് ഫൈനൽ സ്റ്റേറ്റ് Q2 ആണ്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ഡ്രോ ചെയ്ത ട്രാൻസിഷൻ ടേബിളില് ഇതില് ഫൈനൽ സ്റ്റേറ്റ് വരുന്ന എല്ലാം, അതായത് Q2 വരുന്ന എല്ലാം ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇവിടെ കണ്ടോ Q0 Q2. അപ്പൊ Q0 Q2 ഉള്ളതുകൊണ്ട് ഇതൊരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇതൊരു ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അതായത് ഇതൊരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. സിമിലർലി വേറെ ഏതാ ഫൈനൽ സ്റ്റേറ്റ് വരുക? Q0 Q1 Q2. ഇതിലും എന്തുണ്ട്? Q2 വരുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലും Q2 വരുന്നുണ്ട്. അതുകൊണ്ട് ഇതും എന്താണ്? ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. അപ്പൊ ഈ കേസിൽ രണ്ട് ഫൈനൽ സ്റ്റേറ്റ് വരും. ഓക്കെ, അപ്പൊ ഫൈനൽ സ്റ്റേറ്റ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലായോ ഇതിനകത്ത്? ഓക്കെ, ഓക്കെ, അപ്പൊ ഇത്രയും, അതായത് നമ്മൾ NFA-നെ DFA-ലോട്ട് ആക്കുന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് പ്രോബ്ലം തന്നു ഈ ഒരു പ്രൊസീജിയർ അങ്ങ് റിപ്പീറ്റ് ചെയ്താൽ മതി. അതിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല ഇവിടെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുക, പിന്നെ ഈ ഒരു ട്രാൻസിഷൻ ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുക. ട്രാൻസിഷൻ ടേബിൾ നോക്കിയിട്ട് ഈ ഒരു ട്രാൻസിഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം നമ്മൾ അതിന് ബേസ് ചെയ്തിട്ട്, അപ്പൊ ഇതൊരു ആണ് നിങ്ങൾക്ക് നോക്കി അറിയാം അല്ലെ എന്തുകൊണ്ട് DFA എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ 1 വന്നാല് Q0 1 വന്നാല് ഒരു ട്രാൻസിഷൻ മാത്രമേ ഉള്ളൂ ഒരു സ്റ്റേറ്റിലോട്ട്. 0 വന്നാല് ഇവിടത്തോട്ട് മാത്രം. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ 1 or 0 വന്നാല് ഒറ്റൊരു ട്രാൻസിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതൊരു DFA ആണ്. അപ്പോൾ നേരത്തെ തന്ന NFA-ന്റെ കറസ്പോണ്ടിങ് DFA ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് മെത്തേഡ്. അപ്പൊ ഇതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ഈ ഒരു ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കുക. അതായത് കൺവേർട്ട് ദ ഗിവൺ NFA ടു ദ DFA. അതായത് NFA-നെ എന്ത് ചെയ്യണം? DFA-ലോട്ട് മാറ്റിയെടുക്കണം. അപ്പൊ ഇവിടെ NFA ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന NFA. ഓക്കെ, അപ്പൊ NFA ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ DFA-ലോട്ട് മാറ്റണം. അപ്പൊ എങ്ങനെ മാറ്റും? ഇത് പ്രൊസീജിയർ എന്തായിരിക്കും?
ദാ. ഇതൊരു NFA ആണ്. അപ്പൊ ഈ ഒരു NFA എടുത്തിട്ട് DFAയിലോട്ട് മാറ്റി വെക്കുവാണ് വേണ്ടത്. ഞാൻ ഇവിടെ ഇതിന്റെ ആൻസർ വരച്ചിട്ടുണ്ട്. ഈക്വലന്റ് DFA ഇതാണ്. അപ്പൊ നിങ്ങൾ ഞാനിപ്പോ മുന്നേ പറഞ്ഞ പ്രൊസീജിയർ ഉണ്ടല്ലോ, ഈ ഒരു പ്രൊസീജിയർ പോലെ ചെയ്തിട്ട് നിങ്ങൾ ഈ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണം. ഈക്വലന്റ് DFA ഇതായിരിക്കും വരിക. ഓക്കെ, നമുക്ക് ഇപ്പം ചെയ്യാം, പക്ഷെ നിങ്ങൾ ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കൺവേർട്ട് ദ ഗിവൺ NFA ടു ദ DFA. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. NFAനെ DFAയിലോട്ട് മാറ്റുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എന്നിട്ട് ചെയ്തു നോക്കുക. ഞാനപ്പോ ഇത് പ്രോബ്ലം ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി. അതായത് ഇതേ ലോജിക്കാണ് ചെയ്യേണ്ടത് എന്ന് ചെയ്തു നോക്കുക. കൺവേർഷൻ ഓഫ് NFA ടു DFA. അപ്പോ ഇതാണ് NFAനെ DFAയിലോട്ടാക്കുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് ഇത് ചെയ്ത് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇതായിരിക്കും വരും. ഈക്വലന്റ് DFA ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോ ഇതായിരിക്കും വരും. എന്താണ് കുറെ ആൾക്കാർ ലീവ് ആവുന്നത്? ഓക്കെ, അറ്റൻഡൻസ് പറഞ്ഞ് ചാറ്റ് ബോക്സിൽ അറ്റൻഡൻസ് ഇട്ടേ. ഓക്കെ, അപ്പൊ NFAനെ DFAയിലോട്ടാക്കുന്ന കൺവേർഷൻ നന്നായിട്ട് മനസ്സിലാക്കും. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് NFA ടു, അതായത് എപ്സിലോൺ NFA ടു NFA എന്നൊരു കൺസെപ്റ്റ് ആണ് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ആവണമെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയാലേ നിങ്ങൾക്ക് എപ്സിലോൺ NFAയിലോട്ട് മാറ്റാൻ മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുവരെയുള്ള സെക്ഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കോ, ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. പിന്നെ ഉള്ളത് ഈ ഒരു കൺസെപ്റ്റ് ആണ്, റെഗുലർ ഗ്രാമർ, അതൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നല്ലത് ഇതുവരെയുള്ള സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവുക. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നെടുത്ത ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. NFA ടു DFA കൺവേർഷൻ നടത്തുന്നത്. നിങ്ങൾക്ക് ഇതിനൊക്കെ, അതായത് ഇതെല്ലാം NFA ആണ്. ഈ NFAനൊക്കെ ഇതിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും, കറസ്പോണ്ടിങ് DFAയിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം ഒരാളോട്. റാസി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ, മനസ്സിലായിനോ? എന്തൊക്കെയാ ചെയ്യുന്ന ഒന്ന് പറഞ്ഞ്, എന്താ മെത്തേഡ്? ഫസ്റ്റ് തന്നതിന്റെ ട്രാൻസിഷൻ ടാബിൾ വരക്കുക. പിന്നെ അത് വെച്ചിട്ട് ട്രാൻസിഷൻ ഡയഗ്രാം ഡ്രോ ചെയ്യുന്നു. പിന്നെ അത് വെച്ചിട്ട് അതിലത്തെ വാല്യൂസ് വെച്ചിട്ട് അടുത്ത ട്രാൻസിഷൻ ടാബിൾ ക്രിയേറ്റ് ചെയ്യാം. അടുത്ത് എന്ത് ചെയ്യുന്നു? അടുത്ത അതിലത്തെ ഫസ്റ്റ് റോ ഉണ്ടല്ലോ Q0ന്റെ, അതങ്ങനെ തന്നെ ഇവിടെ കോപ്പി ചെയ്തിട്ട് വെക്കുക. ഓക്കെ, Q0ന്റെ ഇത് 0ന്റെ കേസിലും 1ന്റെ കേസിലും. പിന്നെന്താ ചെയ്യാം? പിന്നെ അതിലത്തെ Q0 Q1 ഇതുവരെ വരാത്തതിന്റെ എടുത്തിട്ട് അതിന്റെ ട്രാൻസിഷൻ, അതില് ഏതെങ്കിലും ഒരു ന്യൂ സ്റ്റേറ്റ് ക്രിയേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാം? എടുത്തിട്ട് അതിന്റെ ഈ കേസിൽ Q0 Q1 ഉണ്ട്. Q0 ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു ഇവിടെ. പിന്നെ അഡീഷണൽ ആയിട്ട് ജനറേറ്റ് ചെയ്ത ന്യൂ സ്റ്റേറ്റ് ഏതാണ്? Q0 Q1 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? Q0 Q1 എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യാ റാസി? അതിന്റെ ഇത് ട്രാൻസിഷൻ ഡയഗ്രാം മീൻസ് അത് Q0 Q1ല് 0 വന്നാല് Q0 Q2 പോവാവും. അത് കണ്ടുപിടിക്കുന്ന മനസ്സിലായോ എങ്ങനെയാന്ന്? അറിയാം. Q0ല് 0 വന്നാൽ എങ്ങോട്ടാ മൂവ് ആവുന്നത്? Q0ലോട്ട് തന്നെ. പിന്നെ Q0ല് 0 വന്നാൽ Q1ലോട്ട് മൂവ് ആവും അല്ലെ? ഇല്ല, Q0ല് 0 വന്നാല് Q0ലോട്ട് മൂവ് ആവും. പിന്നെ
Q1 0 വന്നാൽ എങ്ങോട്ട് മൂവ് ആവും? Q2. Q0 അത് ലേക്ക് രണ്ടിന്റെ Q1 യൂണിയൻ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ ഇങ്ങനെ എഴുതുന്നത്? ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഇപ്പൊ ഇത് ജനറേറ്റഡ് ആയി. അപ്പൊ ഇതൊരു ന്യൂ സ്റ്റേറ്റ് ആണ്, ഇതുവരെ നമ്മൾ അത് പ്രോസസ് ചെയ്തിട്ടില്ല. അപ്പൊ അടുത്ത നമ്മൾ അതെടുത്ത് പ്രോസസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് ചെയ്ത വേറൊരു ന്യൂ സ്റ്റേറ്റും കൂടി കിട്ടുന്നുണ്ട്, Q0 Q1 Q2. ഓക്കെ, അതാ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നമ്മൾ ഇതെടുത്തു, Q0 Q2 എടുത്തു. എന്നിട്ട് അതിന്റെ 0 വന്നാൽ എങ്ങനെയാണ്, 1 വന്നാൽ എങ്ങനെ, ഇത് രണ്ടും എഴുതി. അപ്പൊ അവിടെ ജനറേറ്റ് ചെയ്ത സ്റ്റേറ്റ് നോക്കുക. Q0 ഓൾറെഡി നമ്മൾ പ്രോസസ് ചെയ്തതാണ്. ഇവിടെ Q0 Q1 ഇവിടെ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ നമ്മളത് വീണ്ടും പ്രോസസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എടുക്കാത്ത കാര്യം ഏതാണ്? ഇതുവരെ ഇല്ലല്ലോ എടുക്കാത്ത ഏതാണ്? ഇതല്ലേ, Q0 Q1 Q2. അപ്പൊ Q0 Q1 Q2 എടുത്തിട്ട് അതിന്റെ കേസിൽ 0 കേസും 1 കേസും നോക്കും. അപ്പൊ രണ്ട് സ്റ്റേറ്റ് ജനറേറ്റഡ് ആവും, Q0 Q2 Q0 Q1 Q2. അപ്പൊ ഈ Q0 Q1 Q0 Q2 ഈ ഒരു സ്റ്റേറ്റ് ഇവിടെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ശ്രദ്ധിക്കുക, അതായത് ഈ ഒരു സ്റ്റേറ്റ് ഇവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ വീണ്ടും പ്രോസസ് ചെയ്യണ്ട. പിന്നെ ഈ ഒരു സ്റ്റേറ്റ് നോക്കുമ്പോൾ ഇത് ഓൾറെഡി ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തു. അപ്പൊ നമ്മൾ ഇനി കൂടുതലായിട്ടൊന്നും പ്രോസസ് ചെയ്യാനില്ല, ഓൾറെഡി എല്ലാം നമ്മൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി സപ്പോസ് ഇതിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, അഡീഷണൽ ഒരു ന്യൂ സ്റ്റേറ്റ്, ഫോർ എക്സാമ്പിൾ Q1 Q2, സപ്പോസ് Q1 Q2 എന്നൊരു സ്റ്റേറ്റ് ആണ് ഇത് ജനറേറ്റഡ് ആയെങ്കിൽ അതിനെടുത്ത് വീണ്ടും നമ്മൾ ഇവിടെ എഴുതിയിട്ട് കറസ്പോണ്ടിങ് ഇത് കണ്ടുപിടിച്ച് ഇങ്ങനെ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കും. അപ്പൊ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രാൻസിഷൻ ഡയഗ്രത്തില് നമ്മൾ എന്ത് ചെയ്യും? ഒരാൾ പറഞ്ഞ്, ഫ്രണ്ട്സ് ഒന്ന് റെസ്പോണ്ട് ചെയ്ത. ഫ്രണ്ട്സ് ട്രാൻസിഷൻ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഫ്രണ്ട്സ് ഒന്ന് റെസ്പോണ്ട് ചെയ്ത. ടേബിൾ നോക്കിയിട്ട് പ്രിൻസ് ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ടേബിൾ ഉണ്ടല്ലോ, ഇതാണ് നിങ്ങളുടെ ടേബിള്. അതായത് DFന്റെ ടേബിൾ ഇതാണ് ഇതാണ് ശരിക്കും ഇപ്പോഴുള്ള DF. അപ്പൊ ഈ DFന്റെ ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ തന്നെ വരക്കുക. അപ്പൊ ഇതിലെ സ്റ്റേറ്റ്സ് ഏതൊക്കെ ആയിരിക്കും നോക്കിയേ, ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ്? Q0 Q0 Q1 Q0 Q1 Q2 Q0 Q2. പിന്നെ നമ്മൾ ട്രാൻസിഷൻസ് വരക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് അതിൽ വേറൊന്ന് ഇമ്പോർട്ടന്റ്, ഇതിലെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ഏതായിരിക്കും? സ്റ്റാർട്ട് സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഏതാണെന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇതിനെല്ലാം മാർക്ക് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റില് ഫൈനൽ ആൻസർ കിട്ടുമ്പോൾ അതിൽ ഫൈനൽ സ്റ്റേറ്റ് മാർക്ക് ചെയ്യണം, ഇനീഷ്യൽ സ്റ്റേറ്റ് മാർക്ക് ചെയ്യണം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വെറുതെ ഡയഗ്രാം വരച്ചിട്ട് ഫൈനൽ സ്റ്റേറ്റ് ഒന്ന് മാർക്ക് ചെയ്യാണ്ടിരുന്നാൽ മാർക്ക് പോകും അതില്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇതില് സ്റ്റാർട്ട് സ്റ്റേറ്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞ് റാസി ഒന്ന് പറഞ്ഞ, ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. സ്റ്റാർട്ട് സ്റ്റേറ്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് Q0 എന്നാണല്ലോ. സ്റ്റാർട്ട് സ്റ്റേറ്റില് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് സ്റ്റാർട്ട് സ്റ്റേറ്റ് Q0. അപ്പൊ അത് എവിടെയാണ് വരുന്നതെന്ന് നോക്കുക. നമ്മളെ ഇപ്പോഴുള്ളതില് അത് തന്നെ ആയിരിക്കും അതിന്റെ സ്റ്റാർട്ട് സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ Q0 ഇതുണ്ടോ? Q0 ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ Q0 Q1 എന്നുണ്ട്. പക്ഷെ അത് സ്റ്റാർട്ട് സ്റ്റേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ, അല്ലേ? അതായത് നമ്മളിവിടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, മൾട്ടിപ്പിൾ സ്റ്റാർട്ട് സ്റ്റേറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം തന്ന NFAയിലെ സ്റ്റാർട്ട് സ്റ്റേറ്റ് തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ ഇതിലും വരിക. ഓക്കെ, മനസ്സിലായില്ലേ? അതേസമയം ഫൈനൽ സ്റ്റേറ്റ് എടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? NFAയിലെ ഫൈനൽ സ്റ്റേറ്റ് നോക്കുക, Q2 ആണ്. ഓക്കെ, NFAയിലെ ഫൈനൽ സ്റ്റേറ്റ് Q2 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് Q2 ഏതൊക്കെ സ്റ്റേറ്റിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് കണ്ടോ, Q0 Q1 Q2 ഇവിടെ Q2 വരുന്നുണ്ട്, ഈ ഒരു സ്റ്റേറ്റിലും Q2 വരുന്നുണ്ട്.
അപ്പൊ ഇത് രണ്ടും എന്തായിട്ട് എടുക്കണം? ഫൈനൽ സ്റ്റേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടാവും, സ്റ്റാർട്ട് സ്റ്റേറ്റ് ഒന്നേ ഉണ്ടാവില്ല. ഓക്കെ, അത് കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോ ഇങ്ങനെ വരച്ചാൽ നമുക്ക് NFA എന്ന് DFAയിലോട്ട് കൺവേർഷൻ നടത്താം. പിന്നെ ഇതിന്റെ പ്രൊസീജിയർ, ഇത് പ്രോബ്ലം ആണ്, ഇതിന്റെ പ്രൊസീജിയർ ചിലപ്പം ചോദിക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മെത്തേഡ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതൊരു പ്രോബ്ലം ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക എന്താണ് മെത്തേഡ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് സെക്ഷൻസും കൂടി ഉണ്ട്. ഞാൻ ഇന്ന് ആഫ്റ്റർനൂൺ ഒരു ക്ലാസ്സും കൂടി ഉണ്ട്, നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഇന്ന് ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. അപ്പൊ അതിൽ ഞാൻ അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതെന്തായാലും അറ്റൻഡ് ചെയ്യാൻ നോക്കൂ. Okay, please give your attendance, then you can leave. Attendance പറഞ്ഞ ഞാൻ